അല്ല അനിൽ നമ്പ്യാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു വലിയ തട്ടിപ്പിൻ്റെ ഒരു മൊന മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞ് വരുന്നത്. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യം കണ്ടെത്തുന്നത്. അത് കഴിഞ്ഞ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നു. മൂന്നാമത്തെ ഘട്ടമാണ് ROCയുടെ ഉത്തരവ്. അപ്പോൾ ഒന്ന് മാത്രമല്ല, 3 ഏജൻസികൾ, 3 സംവിധാനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള തട്ടിപ്പിനെക്കുറിച്ച് ഔദ്യോഗികമായി നമുക്ക് വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി ഇത് പുകമറയാണ്, ഇത് വേറെ എന്തെങ്കിലും രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇനി വേറൊന്ന്, ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. EDക്ക് അന്വേഷിക്കാം, CBIക്ക് അന്വേഷിക്കാം, DRIക്ക് അന്വേഷിക്കാം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ROC തന്നെ ചില ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് ഇത് മാത്രമല്ല. ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ വേറെയും കുറേ കഥകളുണ്ട്. 2009 മുതൽ 2013 വരെയുള്ള CMRൽ നിന്ന് പണം പറ്റിയവരുടെ ഏകദേശ രൂപം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. കുറേ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ള സൂചകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും അന്വേഷണം ആവശ്യമല്ലേ? ആരാണ് PV? അതിൻ്റെ ഒപ്പമുള്ള പേരുകളെക്കുറിച്ചും നമ്മൾ ചില സൂചനകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടണം. അവരുടെ ആദായ നികുതി റിട്ടേണുകളിൽ ആ പണം വന്നിട്ടുണ്ടോ? പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലാണ് പണം വാങ്ങിയതെങ്കിൽ അവരുടെ കണക്കിൽ, പാർട്ടിയുടെ കണക്കിൽ, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിൽ അത് വന്നിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കേണ്ടത്. കാരണം നരേന്ദ്രമോദിക്ക് ഒരു നിലപാടേ ഉള്ളൂ: അഴിമതി നടത്തിയവൻ നിയമത്തിൻ്റെ മുമ്പിൽ എത്തണം. ഇന്ന് രാജ്യത്ത് അനവധി മുഖ്യമന്ത്രിമാർ EDയുടെ മുമ്പിൽ സമൻസ് കിട്ടിയിട്ട് ഹാജരാവാതെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? കേരളത്തിലെ CPM നേതാക്കന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ അനവധി നേതാക്കന്മാർ അഴിമതി കേസിൽ പെട്ടിട്ട് വിചാരണയ്ക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ആ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊക്കെ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളിടത്തോളം കാലം ഇത് മുങ്ങാൻ പോകുന്നില്ല. ഇതിൻ്റെ അവസാനം വരെ കാര്യങ്ങളെത്തും. ഈ തട്ടിപ്പിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരും. അതിൽ ഉൾപ്പെട്ടവർക്ക് നിയമത്തിൻ്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരും. നിയമത്തിൻ്റെ വഴി പോകട്ടെ എന്നുള്ള നരേന്ദ്രമോദിയുടെ നിലപാട് രാജ്യത്ത് പ്രതീക്ഷ നൽകുന്നു എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.